നാട്ടിൽ നിന്ന് ഉണ്ടായിരുന്നത് മുഴുവൻ പിടിച്ചു മേടിച്ചോണ്ട് പോയി അത് നശിപ്പിച്ചേച്ച് വെറും കൈയോടെ തിരിച്ചു വരുമ്പോ നീ എന്താ ഈ ബോധക്കേട് പറയുന്നത്? നീ ബോധമില്ലാത്തവനായി മാറിയോ? നിനക്ക് അപ്പന്റെ വീട്ടിൽ നിന്ന് ഇനി എന്തെങ്കിലും സാധ്യത ഉണ്ടോ? അപ്പ അവൻ എന്നോട് പറയുകയാ, എന്റെ അപ്പനെ എനിക്കറിയാം, നിയമത്തിനപ്പുറത്ത് എന്നെ സ്നേഹിക്കുന്ന ഒരപ്പൻ എനിക്കുണ്ട്. ഈ ഭാഗമൊക്കെ വായിച്ചപ്പോ ഈ അപ്പന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി. അപ്പനെ കുറിച്ച് വായിക്കുക. ദൂരത്തു നിന്ന് അപ്പനവനെ കണ്ടു. ഞാൻ ഈ അപ്പനോട് ചോദിച്ചു, താങ്കൾ എന്തിനാ ദൂരേക്ക് നോക്കുന്നത്? അപ്പൊ അപ്പൻ എന്നോട് പറഞ്ഞു, അപ്പനായാലും പാസ്റ്ററായാലും അവർക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ കൃപ ദൂരോട്ട് നോക്കാനുള്ള കൃപ ഉണ്ടാകണം. അത് ഞാൻ ഈ പാസ്റ്റർമാരോടും പറയാം. അല്ലെങ്കിൽ അപ്പനെ പാസ്റ്ററാകാൻ പറ്റത്തുള്ളൂ, പാസ്റ്ററൊക്കെ അപ്പനാകാനും പറ്റത്തുള്ളൂ, അല്ലെ? ദൈവത്തിന് സ്തോത്രം. ഈ അപ്പനും പാസ്റ്റർക്കും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ കൃപയാണ് ദൂരെ കഴിച്ച ആ അപ്പം പറയാ, ഇതെന്റെ മോനാ, അവൻ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരുമെന്ന് എനിക്കറിയാം. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ചിലരൊക്കെ അബദ്ധ സഞ്ചാരം നടത്തുന്നെങ്കിൽ, ചിലരൊക്കെ ഇച്ചിരി അകന്നു പോകുന്നെങ്കിൽ ഒട്ടും പേടിക്കണ്ട. നാളെ അതിനെ തിരിച്ചു കൊണ്ടുവന്ന് അപ്പനെടുത്ത പുസ്തകം അപ്പൻ ഉയർത്തിയതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഉയർത്താൻ നിന്റെ തലമുറയെ ഉപയോഗിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ. അടുത്ത് കണ്ടേച്ച് വിധിക്കരുത് അമ്മാമേ. അടുത്ത് കണ്ടേച്ച് വിധിക്കുന്നത് അപ്പന്റെ ഹൃദയം അല്ല. അപ്പന്റെ ഹൃദയമുള്ളവൻ ദൂരേക്ക് നോക്കണം. ഞാൻ ഈ അപ്പനോട് ചോദിച്ചു, എന്തിനാ ദൂരോട്ട് നോക്കുന്നത്? അപ്പം പറയാ, ഇന്നല്ലെങ്കിൽ നാളെ അവൻ വരുമെന്ന് എനിക്കറിയാം. ഈ അപ്പൻ അവനെ കണ്ടപ്പോഴത്തേന് നടക്കാൻ വയ്യാത്ത വല്യപ്പൻ പടി കളഞ്ഞ് ചോടുക. അപ്പൻ ഞാൻ ചോദിച്ചു, അതിനകത്തിന് ഈ അച്ഛൻ ഇത്ര ഓടുന്നു? അപ്പൻ എന്നോട് പറഞ്ഞു, എന്റെ മോനാ ദൂരെ നിന്ന് വരുന്നത്. ഞാൻ അവനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നതിന് മുമ്പ് പട്ടണത്തിലെ മൂപ്പന്മാരവനെ കണ്ടാൽ അവരവന്റെ നേരെ കല്ലെടുത്തെറിയും. ഒരുത്തൻ എറിഞ്ഞ മറ്റെല്ലാരും കൂടെ അവനെ എറിഞ്ഞു കൊല്ലും. ഇല്ല, ഇവനെ എറിഞ്ഞ് വാട്ടിക്കൊല്ലാനല്ല ഞാൻ ഇത്രയും നാളും നോക്കി നിന്നത്. എനിക്കവനെ കെട്ടിപ്പിടിക്കണം. എന്റെ മകനായിട്ട് ഞാൻ അവനെ ഇരുട്ടിന്റെ അധികാരങ്ങൾ, ലോകവും പിശാചും എല്ലാം കൂടെ എറിഞ്ഞു നിന്നെ കൊല്ലാൻ പരിശ്രമിക്കുമ്പോ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ പറയട്ടെ, കെട്ടിപ്പിടിക്കുന്ന ഒരപ്പനുണ്ട്. അപ്പൻ നിന്നെ കെട്ടിപ്പിടിച്ചാൽ നിന്റെ സ്റ്റാറ്റസ് മാറും. അപ്പൻ നിന്നെ കെട്ടിപ്പിടിക്കുന്നത് വീട്ടിലോട്ട. ഒരുത്തനെ അപ്പം, ഇതാ വിശുദ്ധ ബൈബിളിന്റെ ആകെ തുക. എത്ര അകന്നു പോയവനെയും, എത്ര തകർന്നു പോയവനെയും, എത്ര ശൂന്യതയെ ജീവിക്കുന്നവനെയും കെട്ടിപ്പിടിക്കുന്ന ഒരപ്പൻ. അപ്പൻ കെട്ടിപ്പിടിച്ചാൽ സ്റ്റാറ്റസ് മാറും, നില മാറും, നിയോഗത്തിലേക്ക് വരും.